നമസ്കാരം. ഉപനിഷത്ത് സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കും. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർ മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഛാന്തോഗ്യ ഉപനിഷത്തിലെ 4-ാം അധ്യായമാണ് ഡിസ്കസ് ചെയ്യുന്നത്. 12-ാം ഖണ്ഡം 1-ാമത്തെ ശ്ലോകം. അഥ ഹൈനം അന്വാഹാർത്ഥപചനോനു ശശവാപോ ദിശോ നക്ഷത്രാണി ചന്ദ്രമാ ഇതി യ ഏഷ ചന്ദ്രമസി പുരുഷോ ദൃശ്യത്തെ സോഹമസ്മി സ ഏവാഹമസ്മീതി. അപ്പോൾ തെക്കുവശത്തുള്ള അഗ്നി അദ്ദേഹത്തെ ഉപദേശിച്ചു, ജലം, സ്വർഗത്തിന്റെ ഭാഗങ്ങൾ, നക്ഷത്രങ്ങൾ, ചന്ദ്രൻ എല്ലാം എൻ്റെ രൂപങ്ങൾ ആണ്. പക്ഷെ ആ ചന്ദ്രനിൽ കാണുന്ന വ്യക്തിത്വം ഞാനാണ്, ഞാൻ തന്നെയാണ്. 2-ാമത്തെ ശ്ലോകം. സയ ഏതമേവം വിദ്വാനുപാസ്തേപഹതേ പാപകൃത്യം ലോകീ ഭവതി സർവമായുരേതി ജോഗ്ജീവതി നാസ്യാവര പുരുഷോ പുഷാഹ ക്ഷീയന്ത ഉപ വയം ത ഭുഞ്ചാമോസ്മിംശ്ച ലോകേ മുഷ്മിംശ്ച യ ഏതമേവം വിദ്വാനുപാസ്തേ. അഗ്നികളോട് ഒരുമിച്ച് ഈ അഗ്നിയെ ഇങ്ങനെ അറിയുന്നവനും ഉപാസിക്കുന്നവനും അവനിൽ നിന്ന് പാപകൃത്യങ്ങൾ അകലുന്നു, ഒരു ലോകത്തിന്റെ ഉടമസ്ഥനാകുന്നു, നീണ്ടകാലം ജീവിക്കുന്നു, പൂർണ്ണ ജീവിതം ജീവിക്കുന്നു. അവന്റെ പിൻഗാമികൾ നശിക്കുന്നില്ല. ഈ ലോകവും പരലോകങ്ങളിലും ഇങ്ങനെ അഗ്നിയെ ഉപാസിക്കുന്നവനെ അറിയുന്നവനെ ഞങ്ങൾ സേവിക്കുന്നു. അപ്പോൾ വീണ്ടും ഛാന്തോക്യ ഉപനിഷത്ത് ആ ഏകത്വത്തിലേക്ക് ആണ് നമ്മളെ നയിക്കുന്നത്. സോഹം, ഞാൻ തന്നെയാണ് അത്. വളരെ വളരെ ലളിതമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഉറക്കത്തുനിന്ന് ഉണരുമ്പോൾ ആദ്യം ഞാൻ ഉണരുന്നു, പിന്നെ ശരീരം ഉണരുന്നു, പിന്നെ ചുറ്റുമുള്ളവർ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. അതൊക്കെ അപ്പോൾ ഉണ്ടാവുന്നതാണെന്ന് സങ്കല്പിച്ച് നോക്കും. എല്ലാ ദിവസവും നമ്മൾ സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രവൃത്തിക്കായിട്ട് ഞാൻ എൻ്റെ ശരീരം, എൻ്റെ ഫാമിലി, എൻ്റെ പ്രപഞ്ചം എല്ലാം നിർമ്മിക്കുകയാണ് എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ. എങ്ങനെയാണ് ഒരു ചിലന്തി വല ഒരു എട്ടുകാലിൽ നിന്ന് ഉണ്ടാവുന്നത്, അതുപോലെയാണ് പ്രപഞ്ചം ഉണ്ടാവുന്നത്. ഉള്ളിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഇതെല്ലാം ഞാൻ തന്നെയാണ്. എനിക്ക് പഠിക്കാനായിട്ട് ഞാൻ പല രൂപങ്ങളും ആയിട്ട് മാറുന്നു. എന്നിട്ട് അതിൽ നിന്നും ഞാൻ ഉൾക്കൊള്ളുകയാണ് ശരിക്കും എൻ്റെ വൈവിധ്യം, എൻ്റെ പവർ,
എൻ്റെ അറിവ്, ഇതൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ യാത്രയിൽ. അതാണ് ശരിക്കും ജീവിതയാത്ര എന്ന് പറയുന്നത്. നമ്മുടെ മാനിഫെസ്റ്റേഷന് ഒരു അന്തമില്ല, അനന്തമാണ്. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഈ കാണുന്ന പ്രപഞ്ചത്തിന്റെ അത്ഭുതം കാണുമ്പോൾ ഇത് എൻ്റെ യോഗമായുടെ ഒരു വെറും സ്പാർക്കാണെന്ന് പറഞ്ഞു. ഇനിയും എന്തൊക്കെയോ പ്രകടിപ്പിക്കാനുണ്ട്. സയൻസ് തന്നെ പറയുന്നത് വെർച്വൽ പാർട്ടിക്കിൾസ്, ഡാർക്ക് മാറ്റർ എന്ന് പ്രത്യക്ഷപ്പെടുന്നു. അതിൽ ഏത് ആണ് ശരിക്കുള്ള യൂണിവേഴ്സ് ആവേണ്ടത് തീരുമാനിക്കുന്ന ഒബ്സർവറാണ്, ഞാനാണ്. അപ്പൊ എൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള ആ സ്റ്റേറ്റിൽ നിന്നും ഐഡിയാസ് ഉണ്ടാവുന്നു. ഐഡിയാസിൽ ഏതൊക്കെ ഞാൻ ചിന്തയാക്കണം, ഏതൊക്കെ വാക്കുകളാക്കണം, പ്രവൃത്തികൾ എൻ്റെ തീരുമാനം. എനിക്ക് ചോയ്സ് ഉണ്ട്. എനിക്ക് ഇതൊന്നും വേണ്ടെന്ന് എനിക്ക് അതേപോലെ തന്നെ ഇരിക്കാൻ സാധിക്കും. ഞാൻ തീരുമാനിച്ചിട്ടാണ് ഈ പ്രപഞ്ചം ഇങ്ങനെയാവുന്നത്. ഇത് വിഡ്രോ ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലാക്കുന്നവരെ ജീവിതം ചക്രം തുറന്നുകൊണ്ടിരിക്കും. എൻ്റെ ഉള്ളിലുള്ള യഥാർത്ഥ സാന്നിധ്യം രൂപീകരിക്കുന്നു, ഇതെല്ലാം വിഡ്രോ ചെയ്ത് അതിലേക്ക് തന്നെ എത്തിക്കുന്നു. പക്ഷെ അതിന്റെ പ്രവൃത്തി ചെയ്യുന്ന അഹംബോധം എന്നുള്ള ഭാഗം സ്യൂഡോ സെൽഫ് ഇത് തിരിച്ചറിയുന്നില്ല. അപ്പൊ സ്യൂഡോ സെൽഫ് ഈ ക്രിയേഷനെ സെപ്പറേറ്റ് ആയിട്ട് കാണും. അതാണ് ഈഗോ എന്ന് പറയുന്നത്, സെപ്പറേറ്റ് ആയിട്ട് കാണും. അപ്പൊ ആ സെപ്പറേഷൻ ഇല്ലാതെ ആവുന്നത് വരെ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഒരു ലൈറ്റിന്റെ മീഡിയം പോലെ, ലൈറ്റ് പ്രകടമാക്കുന്ന മീഡിയം പോലെ, അത് കൂടുതൽ കൂടുതൽ മാനിഫെസ്റ്റ് ആകുന്നവരെ അതിന്റെ കവറിങ് മാറിക്കൊണ്ടിരിക്കും, കൂടുതൽ കൂടുതൽ ട്രാൻസ്പെറന്റ് ആയിക്കൊണ്ടിരിക്കും. അവസാനം അബ്സല്യൂട്ട് ട്രാൻസ്പെറൻസി ആ ലൈറ്റ് തന്നെ ആയിരിക്കും എല്ലാം ആവുന്നത്. ഈ പ്രപഞ്ചം മുഴുവൻ ആ നോളജ് തന്നെയായി മാറുന്നു. അപ്പൊ ആ ഒരു യാത്രയിലാണ് ഓരോ ജീവിതങ്ങളിലൂടെയും നമ്മൾ പോകുന്നത്. ഓരോ ലോകത്തിന് അധിപനാവുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മള് നമ്മുടെ ഫാമിലിയിൽ പൂർണ്ണമായിട്ടുള്ള സ്നേഹം ഉൾക്കൊണ്ട് ഈ ഫാമിലി ഞാനും അന്യമല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഫാമിലി ഞാനും ഉണ്ടാവും. കുടുംബജീവിതം എന്നെ ആ തലത്തിലേക്ക് ഉയർത്തും. പിന്നെ വേൾഡ് ഞാനും ഉണ്ടാവും, യൂണിവേഴ്സ് ഞാനും ഉണ്ടാവും. ഇങ്ങനെയാണ് കൺവേർജ് ചെയ്യുന്നത്. പല ചാനൽസിലൂടെയും കടന്നു, പല കുടുംബങ്ങളിലൂടെയും കടന്നു, പല സൊസൈറ്റിയും കടന്നു വന്നിട്ട് നമ്മൾ സെന്ററിലേക്ക് ഡിവൈൻ ആയിട്ട് മാറുക, ഡിവൈൻ ഫ്ലോ തന്നെയായിട്ട് മാറുക. അപ്പൊ യൂണിവേഴ്സ് മുഴുവൻ അങ്ങനെ ഒരാളുടെ പ്രവൃത്തികളെ സേവിക്കുന്നു. കാരണം ആ തിരിച്ചറിവിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. എല്ലാം അദ്ദേഹം സ്വന്തം ആവശ്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ കൺവേർജൻസ്, സിംഗുലാരിറ്റിയിലേക്കുള്ള കൺവേർജൻസ്, സിംഗുലാരിറ്റിയെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. സിംഗുലാരിറ്റിയിലേക്കുള്ള കൺവേർജൻസ് ആണ് യഥാർത്ഥത്തിൽ നമ്മൾ സ്പിരിച്വൽ സാധനയോടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ സഹജമാർഗം നമുക്ക് ആ സിംഗുലാരിറ്റി നൽകുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ യഥാർത്ഥ നേച്ചർ എന്ന് പ്രാണാഹുതിയായിട്ട് മാസ്റ്റർ തരികയാണ്. എന്നിട്ട് ഇതിനനുസൃതമായിട്ട് നിങ്ങൾ ജീവിക്കും. അതാണ് സഹജമാർഗത്തിന്റെ ഡിഫറൻസ്. നമ്മൾ ഇതെല്ലാം പഠിച്ചു വരുമ്പോൾ ഈ ഇല ഞാനാണ്, ഈ പൂവ് ഞാനാണ്, ഈ മല ഞാനാണ്, ഈ ചന്ദ്രൻ ഞാനാണ്, നമുക്ക് എത്ര ജീവിതം നടക്കില്ല. അപ്പൊ ആദ്യം തന്നെ ഞാൻ ആരാണ് എന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാം ആ ഒരു സ്റ്റേറ്റിൽ മനസ്സിലാക്കുക. അപ്പോൾ വളരെ എളുപ്പമായി. ഇതൊക്കെ യഥാർത്ഥത്തിൽ എന്താണെന്ന് നമ്മൾ ഹയർ ലെവലിൽ നിന്ന് കാണുകയാണ്. ആ ഹയർ ലെവലിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാം. ജീവിതത്തിൽ മുഴുവൻ അങ്ങനെ തന്നെയായി നിൽക്കാൻ സാധിക്കും. അപ്പോൾ ആദ്യം മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ കുറച്ച് നേരം ഉണ്ടാവുള്ളൂ, ഗ്ലിംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് എക്സ്പാൻഡ് ചെയ്തിട്ട് വരും. മെഡിറ്റേറ്റ് നമ്മൾ ജീവിതത്തിൽ ഓരോ സ്റ്റേറ്റിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കോൺഷ്യസ്നസ് മുഴുവൻ അത് ഇൻവോൾവ് ചെയ്യുമ്പോൾ, കോൺഷ്യസ്നസ് മുഴുവൻ അവെയർ ആകുമ്പോൾ നമ്മുടെ യാത്ര ഈ ക്രിയേഷനും മറികടക്കുന്നു, ട്രാൻസെൻഡ് ചെയ്യും. പിന്നെ ഈ ക്രിയേറ്ററും ഞാൻ തന്നെയാണ് തിരിച്ചറിവാണ് അടുത്തത്. അതാണ് സഹജമാർഗത്തിൽ ബ്രഹ്മരന്ധ്രം എന്ന് പറയുന്നത്. ക്രിയേറ്ററും ഞാനും ഒന്ന് തന്നെയാണ് എന്നുള്ള ഒരു സ്റ്റേറ്റിൽ ഒരു കടമ്പ കിടക്കണം. അതാണ് ബ്രഹ്മരന്ധ്രം. ആ കടമ്പ കിടക്കണമെങ്കിൽ ആ കടമ്പ കടന്ന ഒരാളുടെ കൈ പിടിക്കണം. ആണ് ലിവിങ് മാസ്റ്റർ, ഗുരു എന്ന് പറയുന്നത്. അതുവരെ നമുക്ക് എത്താൻ പറ്റും. കുറെ കാലത്ത് ശ്രമം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ക്രിയേഷൻ യഥാർത്ഥ ഞാൻ തന്നെയാണ്. പക്ഷെ ഞാൻ ആരാണ് എന്നെങ്ങനെയാണ് അറിയാം? ബാബുജി മഹാരാജ് പറയുന്നു, ഫർഗെറ്റ് യുവർ സെൽഫ് ആൻഡ് റിമെമ്പർ ഹിം. അപ്പോൾ ഹിം ആവശ്യമുണ്ട്, ലിവിങ് മാസ്റ്റർ ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ ആ കടമ്പ ചാടാൻ പറ്റും. ഞാനാണ് എല്ലാം എന്ന് വിചാരിച്ചത്, ഞാനിങ്ങനെ ക്രിയേഷൻ ഞാൻ തന്നെയാണ്, വീണ്ടും ക്രിയേറ്റ് ചെയ്യും, വീണ്ടും ഇവിടേക്ക് തന്നെ വരും. വളരെ ഹൈ തലത്തിലുള്ള സ്പിരിച്വൽ ക്വാളിറ്റീസ് കാണിക്കും, പവേഴ്സ് കാണിക്കും. പക്ഷേ അതൊക്കെ വീണ്ടും ഡിപ്പെൻഡന്റ് ആണ്. പവറില്, ക്വാളിറ്റീസില്, സിദ്ധികളിലൊക്കെ ഡിപ്പെൻഡന്റ് ആവുന്നു. അപ്പൊ നമുക്ക് സാധാരണക്കാർക്ക് അത്ഭുതം തോന്നുന്നു, ഇത് മഹാനായിട്ടുള്ള ആളാണ്. പക്ഷെ അദ്ദേഹം സ്റ്റക്കായി പോകുന്നു. അപ്പൊ സ്റ്റക്ക് ആവാത്ത ഒരാള് മാസ്റ്റർ ഫോളോ ചെയ്ത ഒരാളാണ്. അദ്ദേഹത്തിനോട് അത്ഭുതങ്ങൾ കാണിക്കാനില്ല. അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ ഒരു അത്ഭുതമായിട്ട് മാറുകയാണ്. ഇവിടെയാണ് നമ്മൾ ഹാർട്ട് പ്ലസ് നമ്മളെ ഹെൽപ്പ് ചെയ്തത്. അപ്പൊ ചാന്തോക്യ ഉപനിഷത്തിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ ഹാർട്ട് പ്ലസിലൂടെ സാധ്യമാവും.
ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവരും വീണ്ടും ആർട്ട് പ്ലസ് സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.